മായാജാലം പഠിച്ച മരം. ഒരിടത്തൊരിടത്ത് ഉയരം കൂടിയ മലകൾക്ക് താഴെ എപ്പോഴും ഒരു കുളിർകാറ്റ് വീശുന്ന ഒരു താഴ്വരയുണ്ടായിരുന്നു. ആ താഴ്വരയിൽ നിറയെ പലതരം മരങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരിടത്തായി സാധാരണ മരങ്ങളെക്കാൾ ഉയരം കുറഞ്ഞ എന്നാൽ നിറയെ ഇലകളുള്ള ഒരു മരമുണ്ടായിരുന്നു. അതിന്റെ പേര് കൂടൻ. കൂടന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. കാറ്റിലാടുമ്പോൾ ഇലകൾ തമ്മിലുരസുന്ന ശബ്ദം കേട്ട് സന്തോഷിക്കുക, കിളികൾ കൂടൊരുക്കുന്നത് കണ്ട് ചിരിക്കുക, മഴ പെയ്യുമ്പോൾ തണുപ്പ് നുകരുക, ഇതൊക്കെയായിരുന്നു കൂടന്റെ സന്തോഷങ്ങൾ. പക്ഷേ കൂടന്റെ തൊട്ടടുത്ത് ഒരു വലിയ പർവ്വതമുണ്ടായിരുന്നു. ആ പർവ്വതത്തിന്റെ മുകളിൽ മഞ്ഞു മൂടിക്കിടന്നു. കൂടന് ആ മഞ്ഞുമല കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ സൂര്യനുദിക്കുമ്പോൾ മഞ്ഞുമലയിൽ തട്ടിത്തിളങ്ങുന്ന പ്രകാശം കൂടനെ അതിശയിപ്പിക്കുമായിരുന്നു. എനിക്കൊരു മഞ്ഞുമല കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൂടൻ മനസ്സിൽ പറയുമായിരുന്നു. ഒരു ദിവസം ഒരു കൊച്ചുകാറ്റ് കൂടന്റെ അരികിലൂടെ കടന്നുപോയി. അതൊരു സാധാരണ കാറ്റായിരുന്നില്ല, ഒരു മായാജാലക്കാറ്റായിരുന്നു. എല്ലാ വർഷവും ഒരിക്കൽ മാത്രം വരുന്ന മായാജാലക്കാറ്റ്. കൂടന്റെ ഇലകളെ തഴുകി നീങ്ങിയപ്പോൾ കാറ്റിന് കൂടന്റെ ആഗ്രഹം മനസ്സിലായി. കൂടൻ, നിനക്കൊരു മഞ്ഞുമല കാണണോ? കാറ്റ് പതിയെ ചോദിച്ചു. കൂടൻ അത്ഭുതത്തോടെ തലയാട്ടി. മരങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമെന്നോ? മായാജാലക്കാറ്റുകൾ ഉണ്ടെന്നോ? കൂടൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ നിനക്കൊരു അവസരം തരാം, കാറ്റ് പറഞ്ഞു. ഈ താഴ്വരയിൽ ഒരു ചെറിയ കുളമുണ്ട്. അതിന്റെ അടിയിൽ ഒരു മാന്ത്രിക കല്ലുണ്ട്. ആ കല്ല് നിന്റെ വേരുകൾക്ക് തൊട്ടടുത്ത് വെച്ചാൽ നിനക്ക് മായാജാലം ചെയ്യാൻ കഴിയും. കൂടന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷേ ആ കല്ലെങ്ങനെ എടുക്കും? എനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ, കൂടൻ വിഷമത്തോടെ പറഞ്ഞു. അതിന് ഞാൻ സഹായിക്കാം, കാറ്റ് പറഞ്ഞു. ഞാൻ നിന്റെ ഏറ്റവും നീളമുള്ള വേര് കുളത്തിന്റെ അടിയിലേക്ക് എത്തിക്കാം. കാറ്റുകൂടന്റെ ഏറ്റവും നീളമുള്ള വേരിനെ പതിയെ കുളത്തിലേക്ക് നീക്കി. വേര് കുളത്തിന്റെ അടിയിലേക്ക് പോയി മാന്ത്രിക കല്ലിൽ തൊട്ടു. ഉടൻ തന്നെ കൂടന്റെ ഉള്ളിൽ ഒരുതരം മാന്ത്രിക ശക്തി നിറഞ്ഞു. കൂടന്റെ ഇലകൾക്ക് ഒരു പ്രത്യേക തിളക്കം വന്നു. ഇപ്പോൾ നിനക്ക് മായാജാലം ചെയ്യാം, കാറ്റ് പറഞ്ഞു. നിനക്ക് മഞ്ഞുമല കാണാൻ ആഗ്രഹം വന്നാൽ നിന്റെ ഏറ്റവും മുകളിലുള്ള ഇലകൾക്ക് നേരെ ആഗ്രഹം പറയുക. കൂടൻ സന്തോഷത്തോടെ മായാജാലക്കാറ്റിന് നന്ദി പറഞ്ഞു. മായാജാലക്കാറ്റ് പതിയെ പറന്നകന്നു. കൂടൻ ആദ്യമായി തന്റെ ശക്തി പരീക്ഷിച്ചു. എനിക്കൊരു മഞ്ഞുമല കാണണം, കൂടൻ തന്റെ ഏറ്റവും മുകളിലുള്ള ഇലകളോട് പറഞ്ഞു. അത്ഭുതമെന്നു പറയട്ടെ, കൂടന്റെ ഇലകളിൽ ഒരു പ്രത്യേകതരം തിളക്കം കണ്ടു. പതിയെ താഴ്വരയിലെ പുഴയുടെ വെള്ളം പതിയെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. വെള്ളം മുകളിലേക്ക് ഉയർന്ന് ആകാശത്ത് കറുത്ത മേഘങ്ങളായി മാറി. ആ മേഘങ്ങൾ മഞ്ഞുമലയുടെ മുകളിൽ പോയി മഴയായി പെയ്തു. ആ മഴവെള്ളം തണുത്തുറഞ്ഞ് മഞ്ഞായി മാറി. മഞ്ഞുമല കൂടുതൽ വലുതും മനോഹരവുമാകുന്നത് കൂടൻ കണ്ടു. കൂടന് വല്ലാത്ത സന്തോഷം തോന്നി. അത്ഭുതം, കൂടൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കൂടൻ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തു. വേനൽക്കാലത്ത് കാടിന് ദാഹിക്കുമ്പോൾ കൂടൻ മാന്ത്രിക മഴ പെയ്യിച്ചു. കിളികൾക്ക് ദാഹിക്കുമ്പോൾ മരത്തിൽ നിന്ന് വെള്ളം കുളിർമഴയായി ഒഴുകിയെത്തി. പൂക്കൾ വാടുമ്പോൾ അവയ്ക്ക് പുതുജീവൻ നൽകി. കാട്ടിലെ മൃഗങ്ങൾ കൂടനെ സ്നേഹിച്ചു. അവർ കൂടന്റെ തണലിൽ വിശ്രമിച്ചു. കൂടൻ സന്തോഷവാനായിരുന്നു. പക്ഷേ പതിയെ പതിയെ കൂടന് ഒരു കാര്യം മനസ്സിലായി. അവൻ മായാജാലം ചെയ്യുമ്പോൾ അവന്റെ ഇലകൾക്ക് തിളക്കം കൂടുന്നുണ്ട്, പക്ഷേ വേരുകൾക്ക് ക്ഷീണം കൂടുന്നുണ്ട്. മാന്ത്രിക കല്ലിൽ നിന്നുള്ള ശക്തിക്ക് പരിമിതികളുണ്ടായിരുന്നു. ഒരു ദിവസം കാടിന് വല്ലാത്ത ചൂടായി. പുഴയും കുളവുമെല്ലാം വറ്റിത്തുടങ്ങി. മൃഗങ്ങൾ ദാഹിച്ചു വലഞ്ഞു. കൂടൻ, ഒരു മഴ പെയ്യിക്കുമോ? മാൻപേട ചോദിച്ചു. കൂടന് സങ്കടം തോന്നി. അവനറിയാമായിരുന്നു ഇത്രയും വലിയൊരു മഴ പെയ്യിച്ചാൽ അവന്റെ ശക്തി തീർന്നുപോകുമെന്ന്. പക്ഷേ കൂട്ടുകാരെ വിഷമിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. ഞാൻ ചെയ്യാം, കൂടൻ പറഞ്ഞു. കൂടൻ തന്റെ എല്ലാ ശക്തിയുമെടുത്ത് ഒരു വലിയ മഴ പെയ്യിച്ചു. കാട് കുളിർന്നു. പുഴയിൽ വെള്ളം നിറഞ്ഞു. മൃഗങ്ങൾ സന്തോഷിച്ചു. പക്ഷേ കൂടന്റെ ഇലകൾക്ക് തിളക്കം കുറഞ്ഞു. വേരുകൾക്ക് തീരെ ശക്തിയില്ലാതായി. കൂടൻ വല്ലാതെ ക്ഷീണിച്ചു. അവന്റെ മാന്ത്രിക ശക്തി പതിയെ ഇല്ലാതാകുന്നത് അവൻ അറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. കൂടന് മായാജാലം ചെയ്യാൻ കഴിഞ്ഞില്ല. അവന് സങ്കടം തോന്നി. പക്ഷേ ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു. കാട്ടിലെ മൃഗങ്ങൾ അവനെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അവർ അവന് വെള്ളമൊഴിച്ചു കൊടുത്തു. അവന്റെ ചുറ്റും കളിച്ചു. കിളികൾ അവന്റെ കൊമ്പുകളിൽ കൂടൊരുക്കി. ഒരു ദിവസം മായാജാലക്കാറ്റ് കൂടന്റെ അടുത്തുകൂടി വീണ്ടും കടന്നുപോയി. എന്തുപറ്റി കൂടൻ? നിന്റെ മായാജാലശക്തി എവിടെ പോയി? കാറ്റ് ചോദിച്ചു. കൂടൻ നടന്നതെല്ലാം പറഞ്ഞു.
എനിക്ക് മായാജാലം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്ക് വിഷമമില്ല. എന്റെ കൂട്ടുകാർ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഞാൻ മായാജാലം ചെയ്യുന്നില്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ്, കൂടൻ പറഞ്ഞു. കാറ്റ് സന്തോഷത്തോടെ ചിരിച്ചു. കൂടൻ, നിനക്കിപ്പോഴും മായാജാല ശക്തിയുണ്ട്. മാന്ത്രിക കല്ലിൽ നിന്നുള്ള ശക്തി മായുന്നതുപോലെ തോന്നിയിരിക്കാം. പക്ഷേ നീ മായാജാലം ചെയ്തത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, മറ്റുള്ളവർക്കു വേണ്ടിയായിരുന്നു. നിനക്ക് ലഭിച്ച സന്തോഷം, നിന്റെ കൂട്ടുകാരുടെ സ്നേഹം, അതാണ് യഥാർത്ഥ മായാജാലം. ആ മായാജാലം ഒരിക്കലും മാഞ്ഞുപോകില്ല. കൂടന് സന്തോഷമായി. അവന് ഒരു കാര്യം മനസ്സിലായി. യഥാർത്ഥ സന്തോഷവും മായാജാലവും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴുമാണ് ഉണ്ടാകുന്നതെന്ന്. മാന്ത്രിക ശക്തിയല്ല, സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് കൂടൻ പഠിച്ചു. കൂടൻ ആൽമരത്തിൽ സന്തോഷത്തോടെ വളർന്നു. അവന്റെ ഇലകൾക്ക് വീണ്ടും തിളക്കം വന്നു. പക്ഷെ ഇത്തവണ അത് മായാജാലത്തിന്റെ ശക്തിയായിരുന്നില്ല, സ്നേഹത്തിന്റെ തിളക്കമായിരുന്നു. നല്ല സ്വപ്നങ്ങൾ കണ്ട് നാളെ രാവിലെ ഉണരാം. ശുഭരാത്രി.